പുസ്തകങ്ങളുടെ ലോകത്തേക്ക് വാതിൽ തുറന്ന വായനാ വാരാചരണം. പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി പെരുമ്പാവൂരിൽ അക്ഷരപ്പെരുമയ്ക്ക് തുടക്കമായി. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ 23-ന് സമാപിക്കും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മഹിതമായ സന്ദേശം മലയാളക്കരയ്ക്ക് പകർന്നു നൽകി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിച്ച PN പണിക്കരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ അക്ഷരപ്പെരുമ സംഘടിപ്പിച്ചു വരുന്നത്. 2014-ൽ നഗരസഭാ ചെയർമാനായിരുന്ന KM സലാമിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ആശയം ഇന്ന് 11 വർഷം പിന്നിടുന്നു. പുതിയ തലമുറയെ വായനശാലകളോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചു വരുന്ന അക്ഷരപ്പെരുമ 11-ന്റെ ഉദ്ഘാടനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ നിർവഹിച്ചു. അതോടനുബന്ധിച്ച് നടത്തപ്പെട്ട മറ്റു ചില പരിപാടികളുടെ തുടക്കവുമാണ് ഈ അവസരത്തിൽ നടക്കുന്നത്. ഏറ്റവും നമുക്ക് പ്രാധാന്യമർഹിക്കുന്നത് ഒന്ന് പണിക്കർസാറിന്റെ പ്രതിമ ഈ ലൈബ്രറിയുടെ മുന്നിൽ തന്നെ അനാച്ഛാദനം ചെയ്യാൻ കഴിയും. ലൈബ്രറിയിലേക്ക് വാങ്ങിയിരിക്കുന്ന ഗ്രാൻഡ് ലഭിച്ചത് മൂലവും ലൈഫ് മെമ്പർഷിപ്പിലൂടെയും ലൈബ്രറിക്ക് ലഭിച്ച തുക ചെലവാക്കി ലൈബ്രറിയിലേക്ക് വാങ്ങിയിരിക്കുന്ന 1000-ലധികം പുസ്തകങ്ങളുടെ പ്രദർശനം രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളോടുകൂടിയാണ് ഈ പ്രാവശ്യം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ എപ്പോഴും എടുത്തു പറയാൻ പറ്റുന്ന അക്ഷരപ്പെരുമ എന്ന ഈ പരിപാടിയുടെ തുടക്കം ഇന്ന് ആരംഭിക്കുന്നു. വായനശാല മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള PN പണിക്കരുടെ അർദ്ധകായ പ്രതിമ MP അനാച്ഛാദനം ചെയ്തു. പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. ഐക്യരാഷ്ട്രസഭ ഡയറക്ടർ മുരളി തുമ്മാരുകുടി മുഖ്യപ്രഭാഷണം നടത്തി. ചരിത്രം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ആ ചരിത്രം തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേ നമ്മളിരിക്കും. Those who don't learn from history are condemned to repeat it എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചരിത്രം പഠിച്ചില്ലെങ്കിൽ ആ ചരിത്രം തെറ്റായ ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കാണണമെങ്കിൽ ഇപ്പോൾ ഇപ്പം നടക്കുന്ന പലസ്തീൻ ഇസ്രായേൽ ഏരിയയിലേക്ക് പോയാൽ മതി. എത്രയോ കാലങ്ങളായി യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ കാലത്തിന് മുമ്പ് നടന്ന ഒരു ആൾ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ ഇടയ്ക്ക് അമ്മയുടെ ചെറുപ്പകാലത്തെ പറ്റി സംസാരിക്കും, സ്വാതന്ത്ര്യം കിട്ടിയതിനെ പറ്റി സംസാരിക്കും. അപ്പൊ അമ്മ സ്വാതന്ത്ര്യം കിട്ടിയത്, അമ്മ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അറിഞ്ഞത്, അന്ന് പത്രങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തോമസ് ഒരു സൈക്കിളിൽ ഒരു വലിയ മൈക്രോഫോൺ വെച്ച് നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് നടക്കരുത് എന്ന് പറയുന്നറിയില്ല. അങ്ങനെയാണ് വെങ്ങാലയിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കാര്യം നാട്ടുകാർ അറിയുന്നത്. തോമസ് ഓരോരുത്തരോടും വന്ന് പറഞ്ഞു, ആ ഗ്രാമം മുഴുവൻ പറഞ്ഞാണ് അറിയുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK സോമൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ, മുൻ ചെയർമാൻമാരായ TM സക്കീർ ഹുസൈൻ, സതി ജയകൃഷ്ണൻ, എഴുത്തുകാരനായ ഡോക്ടർ KN ഉണ്ണികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CK രാമകൃഷ്ണൻ, അഭിലാഷ് പുതിയെഴുത്ത്, കൗൺസിലർമാരായ ലത S നായർ, T ജവഹർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, ജനറൽ കൺവീനർ PS അഭിലാഷ്, നഗരസഭാ സെക്രട്ടറി കവിത S കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ഷരപ്പെരുമ 11 ഈ മാസം 23-ന് സമാപിക്കും. അക്ഷരപ്പെരുമ എന്ന പേരിൽ നഗരസഭാ ലൈബ്രറിയിൽ PN പണിക്കർ അനുസ്മരണത്തോടനുബന്ധിച്ച് വായനാ വാരാഘോഷം ആരംഭിച്ചിട്ട് ഇത് 11 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സാറിന്റെ പ്രസംഗം സൂചിപ്പിച്ച പോലെ ബഹുമാനീയ മുൻ നഗരസഭാ ചെയർമാൻ ശ്രീ KM സലാം അവരുടെ കാലത്ത് ആരംഭിക്കുകയും അന്ന് ഈ ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഉണ്ണികൃഷ്ണൻ മാഷും അലിയാർ മാസ്റ്ററും മുഹമ്മദ് സാറും മോഹൻ ചേട്ടനും സന്തോഷ് ചേട്ടനും എല്ലാം ചേർന്നുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു അക്ഷരപ്പെരുമ 11ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാൻ നിരവധി സംഭവങ്ങളാണ് കടന്നുപോയത്.
ഈ വർഷത്തെ അക്ഷരപെരുമ പുരസ്കാരം സാഹിത്യകാരൻ ജോസഫ് ഓടക്കാലിക്ക് സമ്മാനിച്ചു. എഴുത്തുകാരി തസ്മിൻ ശിഹാബിന്റെ ഒറ്റ നടത്തം എന്ന പുസ്തക പ്രകാശനവും ചടങ്ങുകളോടനുബന്ധിച്ച് നടന്നു. ദിവസേന കുട്ടികളുടെ മത്സരങ്ങൾ, യുവജന സംഗമം, വനിതാ സംഗമം, വയോജന സംഗമം, മാധ്യമ സെമിനാർ, പുസ്തക ചർച്ച, പുസ്തക പ്രകാശനം, പുസ്തകമേള, നാടകം, ഡോക്യുമെന്ററി, കഥാപ്രസംഗം, സൂഫി സംഗീതം, നാടൻപാട്ട്, ഗാനസന്ധ്യ, സമ്മാനദാനം എന്നിവയും നടക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.